السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم. സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, നക്കില ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ, ഉമ്മപങ്ങന്മാർ, അല്ലാഹു തആല നാം ഇവിടെ കൂടുന്നതും പിരിയുന്നതുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂടൽ കൊണ്ട് നമ്മിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായ വിഷയം ഉദ്ഘാടനം ചെയ്യുക എന്നത് മാത്രമാണ്. അത് മാത്രം നിർവഹിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ ഞാൻ ഇനി നടക്കാനിരിക്കുന്നത് വിഷയാവതരണം ബഹുമാനപ്പെട്ട മുദരിസ് ഉസ്താദ് അവറുകൾ വേണ്ടതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവരുടെ വിലപ്പെട്ട സമയങ്ങൾ കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ അവറുകൾ നമ്മിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞുപോയി എന്ന ഒരു ദുഃഖത്തിലാണ്. ആ ദുഃഖം നാം ഒരു അനുസ്മരണമായി നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മഹാനായ തങ്ങൾ അവരുടെ അനുസ്മരണങ്ങൾ എന്നും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് ആ തങ്ങളവറുകളുടെ കറാമത്തുകൾ, സയ്യിദവറുകളുടെ കറാമത്തുകൾ എന്താണ് എന്ന് ഇന്ന് നമുക്ക് മഹാനവറുകൾ വിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് ഏറ്റവും വലുതാ തഖ്വയോടുകൂടെ ജീവിക്കുക എന്നത് തന്നെയാണ്. ആദ്യത്തെ കറാമത്ത് തഖ്വയോടുകൂടെ ഒരു മനുഷ്യനിക്ക് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് തന്നെയാണ് ഒന്നാമത്തെ കറാമത്ത്, അല്ലേ? മഹാനായ തങ്ങളവർക്കുള്ള ജീവിത ചര്യകൾ, ഒരു ദീനിന്റെ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശ നിലപാട് സ്വീകരിച്ചവരായിരുന്നു മഹാനവറുകൾ. ഒരു 4 വർഷം മുമ്പ് നമുക്കറിയാം, ഒരു പെരുന്നാളിൻ്റെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു 4 വർഷം മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും പെരുന്നാളായി. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ നിലാവ് കണ്ടത് സ്ഥിരീകരിക്കാത്തത് കൊണ്ട്, മഹാനവറുകൾക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മഹാനവറുകൾ അതിന് വിട്ടുവീഴ്ച ചെയ്യാതെ പിറ്റേ ദിവസം നോമ്പാക്കിയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതാണ് ദീനിന്റെ കാര്യത്തിൽ ഒരു അളവ് വ്യത്യാസമില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ച ഒരു മഹാനവറുകൾ ആണ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവറുകൾ. മഹാനായ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണാം, 1000 പേരടങ്ങുന്ന 1000 ആൾക്കാർ ഒരാളെ ഉപദേശിച്ച് നന്നാക്കുക എന്നതും അത് ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. 1000 ആൾക്കാർ ഒരാളെ ഉപദേശിച്ച് നന്നാക്കാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ ദീനിന്റെ ചിട്ടയോടുകൂടെ കർക്കശമായ നിലയിൽ ദീനി സേവനങ്ങളോടുകൂടെ ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ ആ ഒരാളുടെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് 1000 ആൾക്കാരെ നന്നാക്കാൻ കഴിയുമെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതാണ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ. ഇബാദത്തിന്റെ കാര്യത്തിൽ
ഇബാദത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം, റമദാൻ മാസത്തിൽ ഓരോ ദിവസവും ഓരോ ഖത്തമ് പോലെ ഓതി തീർത്തിട്ടുണ്ട് എന്ന് പറയുന്നതായിട്ട് കേൾക്കാം. ഓരോ ദിവസവും ഓരോ ഖത്തമുകൾ. നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ട് മഹാനവറുകളുടെ അടുക്കലേക്ക് പോയാൽ അദ്ദേഹം മഹാനവറുകൾ നിർദ്ദേശിക്കുന്ന ഒരൊറ്റ ഒരു കാര്യം, നിങ്ങൾ യാസീൻ ഓതുക ബദരീങ്ങളുടെ പേരിൽ, അല്ലേ? നിങ്ങൾ ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓതുക. അതേ ഒരു ചികിത്സ. എല്ലാത്തിനും ബദരീങ്ങളും പരിശുദ്ധ ഖുർആനാണ്. അതോടുകൂടെ എല്ലാവർക്കും അത് സമാധാനവുമാണ്, ചികിത്സയുമാണത്. ബദരീങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആളായിരുന്നു മഹാനവറുകൾ. ഖുർആനിന്റെ ഹാർട്ട്, ഖൽബ് എന്ന് പറയപ്പെടുന്ന സൂറത്തു യാസീൻ മഹാനവറുകളുടെ പ്രിയപ്പെട്ട സൂറത്തായിരുന്നു അത്. മഹാനവറുകളുടെ ജീവിതം നമുക്കെന്താവണം? ദീനിയായ കാര്യത്തിൽ നടക്കാനുള്ള ഒരു മാതൃകയാകണം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ അല്ലാഹു ഖൈറിലും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യത്തോടുകൂടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.